ഇന്നുണ്ടല്ലോ വീണ്ടും ബീൻസ് കട്ട് ചെയ്യലാണ്ടാ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബീൻസിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് പിടിച്ചു എന്ന് തോന്നണേ. അതുകൊണ്ട് ബീൻസാണ് വീണ്ടും കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇഷ്ടമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബീൻസ് കൊണ്ടുവന്നാലും ഇപ്പോൾ എനിക്ക് തലവേദനയില്ല. അങ്ങനെ ഞാൻ ആക്രാന്തം കൊണ്ട് വേഗം ബീൻസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പണി കിട്ടിയത്. ഞാൻ ആക്രാന്തം കൊണ്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴേ ബ്ലേഡ് മാറ്റാനായിട്ട് മറന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബീൻസിൻ്റെ കോലം കണ്ടോട്ടെ എങ്ങനെയാണെന്നുള്ളത്. എല്ലാം ചതഞ്ഞരഞ്ഞു പോയി ഗൈസ്, ഒന്നും പറയണ്ട, എല്ലാം ചതഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ബീൻസ് ആ കട്ട് ചെയ്യണ ബ്ലേഡ് മാറിപ്പോയി ഇതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ക്യാബേജ് എടുത്തപ്പോൾ അത് കട്ട് ചെയ്തല്ലോ. അപ്പോൾ ആ ബ്ലേഡ് മാറ്റിയില്ലായിരുന്നു. സെയിം ആ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഈ ബീൻസ് അങ്ങോട്ട് കട്ട് ചെയ്തു. അതാണ് ചതഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ പിന്നെ വിഷയമൊന്നുമില്ല, നമുക്ക് ബ്ലേഡ് മാറ്റിയാൽ മതിയല്ലോ. പിന്നെ പലരും കമൻസ് ആയിട്ട് പറയണ്ടായിരുന്നു ഇതിൽ പുഴുവിനെ അറിയൂല, പുഴുവൊക്കെ അരഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല കേട്ടോ കഴിച്ച്. നമ്മൾ നോക്കിയിട്ടാണല്ലോ ഇടണത്. അങ്ങനെ പുഴുവൊന്നും അരഞ്ഞൊന്നും പോകുന്നില്ല. അതൊക്കെ അസുഖാലുകൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ നമ്മുടെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലേഡൊക്കെ മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്ത് നല്ല നൈസായിട്ട് കിട്ടി കേട്ടോ. നല്ല അടിപൊളിയാണ് ഇത്. തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യമൊക്കെ ബീൻസ് തോരൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് ചുളിയും കേട്ടോ. ഇഷ്ടമല്ല വേണ്ടാന്ന് പറയും കേട്ടോ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം നല്ല നൈസായിട്ട് കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണല്ലോ. ഒരുപാട് പേര് പിന്നെ കമൻറ്റ് ചെയ്യേണ്ടത് ലിങ്ക് എന്നും പറഞ്ഞു. പക്ഷേ ലിങ്കില്ല. ഞാനിത് നേരിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ പെരുമ്പാവൂർ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അതുകൊണ്ട് ആരും ലിങ്ക് ചോദിക്കേണ്ട, നേരിട്ട് ഷോപ്പിൽ പോയി അങ്ങോട്ട് വാങ്ങിച്ചോട്ടാ.